എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഡിസൈഡ് ചെയ്തു, നോ, ഐ വിൽ ബ്രിങ് ദ ട്രൂത്ത്. അങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി 1 മണിക്ക് ഞാൻ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അതെല്ലാം അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. ശരി, പരാതി നൽകുവാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിപ്പോൾ പോലീസിൽ പരാതി നൽകിയാൽ സ്വാഭാവികമായിട്ടും അത് കേസും നിയമ നടപടികളിലേക്കും പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നിയമ നടപടി എടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടാ പോക്ക്? ഈ കേരളത്തില് നമ്മുടെ കേരളം ഒരു നല്ല രീതിയിൽ, ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് നിയമത്തിന്റെ സൈഡിൽ നിന്നും എല്ലാ സേഫ്റ്റിയും സംരക്ഷണം ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് സേഫ്റ്റി ഇല്ല എന്ന് പറയാനായിരിക്കും എത്തിയത്. അപ്പോ എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമാണ് ജോലി സ്ഥലത്ത്. ഏത് ജോലി സ്ഥലമായിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ഒരു ഓഫീസ് ആയിക്കോട്ടെ, സിനിമാ ഫീൽഡ് മാത്രമല്ല. അപ്പം ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവര് വാട്ട് എവർ ഇറ്റ് ഈസ്, സെലിബ്രിറ്റി ആണെങ്കിലും ഒരു പാവപ്പെട്ടവനായാലും മുതലാളിയാണെങ്കിലും ക്രൈം എപ്പോഴും ക്രൈം തന്നെയാണ്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു പ്രൊമിനന്റ് ആക്ടർ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കേസിനെ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം ഇതിന്റെ മെന്റൽ അഗ്നി, മെന്റൽ ടോർച്ചർ, എത്രത്തോളം സ്ട്രഗിൾ അനുഭവിച്ചു അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഐ എം സ്റ്റിൽ വീപ്പിംഗ് ഇൻസൈഡ്. എനിക്ക് ആരടുത്തും ഷെയർ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയോ, അത്രത്തോളം വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ജന്മനാടും വിട്ട്, ഇവരുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം ഞാൻ ഈ നാട് വിട്ട് തന്നെ ഞാൻ ചെന്നൈക്ക് പോയത്. പക്ഷെ ദൈവത്തിന്റെ കാരണം കൊണ്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ നല്ല നല്ല റോളുകൾ കിട്ടി. ചെന്നൈയിൽ ചെന്നപ്പോൾ അത് ഒരു കാര്യം. പക്ഷെ എന്നെ പോലെ എത്ര സ്ത്രീകളെ, ഞാനൊരു മച്ചുവേർഡ് ലേഡിയാണ്, എന്റെ അടുത്ത് ഇവരിങ്ങനെ ബിഹേവ് ചെയ്തെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഇവർ വെറുതെ വിട്ടു കാണുമോ? ആ കൊച്ചുകുട്ടികൾ ആരോട് വന്ന് പറയും? ആരോടും പറഞ്ഞ് വീട്ടിൽ പോയി പറയാൻ പറ്റുമോ? പിന്നെ അവരെ സിനിമയിൽ വിടത്തില്ല. ഇവരാരോട് പറയും? ഇനി ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എവിടെയും കംപ്ലൈന്റ് കൊടുത്താൽ ഇവർക്കൊരു നല്ലൊരു ഭാവി കിട്ടുമോ? ഇവർക്ക് കല്യാണം കഴിക്കേണ്ടതല്ലേ? ഇവർക്ക് നല്ലൊരു മാരേജ് പ്രപ്പോസൽ കിട്ടുമോ? അതുകൊണ്ട് തന്നെ എന്നെ പോലെ തന്നെ ഞാൻ ഈ 13 വർഷം എന്റെ നെഞ്ചിൽ വെച്ച് ഒളിച്ചു വെച്ചിരുന്ന ഒരു സങ്കടം, അതുപോലെ എത്ര പെൺകുട്ടികൾ ഈ ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്നസെന്റ് ആയിരുന്നുവല്ലോ അന്ന് അമ്മയുടെ പ്രസിഡന്റ്, ഇന്നസെന്റിനോട് താങ്കൾ ഈ പരാതി പറഞ്ഞു എന്നാണല്ലോ. അപ്പോൾ പക്ഷേ അദ്ദേഹം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സമീപിക്കാൻ പറഞ്ഞു ഇല്ലേ? പറഞ്ഞു. അപ്പോൾ അവിടെ അതോർത്തപ്പോൾ താങ്കൾക്ക് പോകാൻ തോന്നിയില്ല എന്നാണോ? ഇതേ ആളുകൾ തന്നെയാണ് അവിടെ ഉള്ളത്? അല്ല, ആക്ച്വലി ഞാൻ ഈ ഫിലിം ഫീൽഡിൽ അന്ന് 2008-2009 ഞാൻ പുതിയതാണല്ലോ, എനിക്കൊന്നും അറിയത്തില്ല. അമ്മേനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അന്നേരം ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അന്നേരം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ്, മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന് മിനുവിനെ അറിയില്ല. അതുകൊണ്ട് മിനു 6 സിനിമയല്ല 2-3 സിനിമയും കൂടെ ചെയ്തിട്ട് പോവാ, അപ്പൊ ഞങ്ങള് മെമ്പർഷിപ്പ് തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഇതാരൊക്കെ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്? ഞാൻ ചോദിച്ചാൽ ആരാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്? അന്നേരല്ലേ അറിയണേ, ജയസൂര്യ, മണിയമ്പിള്ള രാജു ചേട്ടൻ, മുകേഷ് ചേട്ടൻ, പിന്നെ ആരാ, ഇടവേള ബാബു. ഇവര് തന്നെയാണ് എന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്. പിന്നെ എനിക്ക് കിട്ടുമോ? അവര് തന്നെയാണ്. ആ ഒരു ധൈര്യത്തിന്റെ ഇതിലാണ് അവർ അത്രയും ഫ്രീ ആയിട്ട്, അത്രയും ബ്രേവ് ആയിട്ട് അവർ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ മിസ്ബിഹേവ് ചെയ്തത്. അപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, എനിക്ക് ഇനി ജന്മം, കാരണം ഇവർ കുറെ നാളായിട്ട് ഇവര് തന്നെയാണ് മലയാളം ഇൻഡസ്ട്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാർക്കും ഒരു ചാൻസ് കിട്ടില്ല. നമ്മളെല്ലാം വിറ്റ്നസ് ആണ്. ഇപ്പൊ തിലകൻ ചേട്ടന്റെ ആയാലും ആരും തിലകൻ ചേട്ടനെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ ആരും തയ്യാറായില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഇവിടെ എത്ര നല്ല കഴിവുള്ളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ടോവിനോ, ഇവർക്കൊക്കെ എന്തുകൊണ്ട് അമ്മയിലോട്ട് വന്നുകൂടാ? ഈ സ്ഥാനം ഏറ്റെടുത്തുകൂടാ? അവരൊക്കെ വരണം. പാർവതി, ഇവരെല്ലാം അമ്മയിലെ ജെൻസ് മാത്രമല്ല, രണ്ടുപേരും വേണം, ആണുങ്ങളും പെണ്ണുങ്ങളും. അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, പല സ്ഥലത്തു നിന്നും വന്നിട്ടുമുണ്ട്. മാത്രമല്ല പൃഥ്വിരാജ് ഇന്ന് ശക്തമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഒരു കാര്യം കൂടി മിനു, ഇപ്പോൾ ഈ മണിയമ്പിള്ള രാജു ഇന്ന് പറഞ്ഞത് അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയും പണം തട്ടുന്നതിന് വേണ്ടിയും ഇനിയും ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരും. ഇതാണ് മണിയമ്പിള്ള രാജുവിന്റെ ഇന്നത്തെ ഒരു വിശദീകരണം. എങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? അതിൽ യാതൊരു പ്രസക്തിയില്ല. അവസരങ്ങൾ കിട്ടാൻ ഞങ്ങൾക്ക് മണിയമ്പിള്ള രാജു ചേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ഇതുപോലെ ഇങ്ങനെ തോന്നിവാസം പറയേണ്ട ഒന്നും ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. എന്തോരം ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്രയോ ആൾക്കാർ ഫിലിമിൽ വിളിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ ഇപ്പൊ ഒരു പെണ്ണുങ്ങൾക്കും ബെഡ് ഷെയർ ചെയ്ത് ഒരു ക്യാരക്ടർ ആർക്കും വേണ്ട. പിന്നെ ഇദ്ദേഹം ഈ പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ആ സമയം കഴിഞ്ഞു. നൗ ഹീസ് ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ഇൻഡസ്ട്രിയാണ്. അപ്പം അങ്ങനെ ഒരു എന്തോരം, ഞാൻ ചോദിക്കട്ടെ, ഈ ഫിലിം ഫീൽഡിൽ എത്രയോ ആണുങ്ങളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ പേരുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ പേരൊന്നും പറയാത്തത്? എന്തുകൊണ്ട് മണിയമ്പിള്ള രാജേട്ടന്റെ മാത്രം പേര് പറയുന്നത്? നോട്ട് ദ പോയിന്റ് ആണ്.
അത് മനസ്സിലാക്കണം. എന്തോരം പേരുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമാണ് ക്ഷമിക്കാം. ഇത് ആദ്യമേ കലണ്ടർ മൂവിയിൽ എന്നെ കുറെ മെന്റൽ ടോർച്ചർ ചെയ്തു. പിന്നെ ഡാത്തടി എന്ന മൂവിയിലും അത് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഇന്ന് വരും, ഡോർ തുറന്നിടണം, ഇത്ര അവകാശത്തോടെ ഇത് ഭാര്യയോട് പോലും ഇത്രയും വലിയ അവകാശത്തോടെ പറയൂ. അതുപോലെ അങ്ങനെ ഞാൻ വരും, തുറന്നിടണം, അത്രയും ഒക്കെ വല്ല ഒരു ആധികാരികമൊക്കെ എടുക്കുന്നത് അത് പുള്ളിക്കാരൻ്റെ ഒരു ഫോളിഷ്നെസ്. അതിൽ ഒരു പ്രസക്തിയില്ല. ഒന്നിലേറെ സെറ്റുകളിൽ മണിയമ്പള രാജുവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായോ? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈ രണ്ടുപേരിൽ നിന്നും ഒന്നിലേറെ സെറ്റുകളിൽ മോശം അനുഭവം ഉണ്ടായി. കലണ്ടറും ഡാത്തടിയായും 2 സിനിമയിൽ നിന്ന് ഉണ്ടായി. മുകേഷിൽ നിന്ന് ഏതൊക്കെ സിനിമ? കലണ്ടറിലും എന്നോട് വളരെ മോശമായിട്ട് തന്നെ അബ്യൂസ് ചെയ്തു പോയി. അല്ല, മുകേഷ് ഏത് സെറ്റിലായിരുന്നു? മുകേഷ് കലണ്ടറിന്റെ സെറ്റിലുണ്ടായിരുന്നു. നാടകമേ ഉലകം എന്ന സെറ്റിലും പുള്ളിക്കാരുണ്ടായിരുന്നു. നാടകമേ ഉലകം അവിടെ വെച്ചാണ് ഞാൻ ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെട്ടത്. ശരി, സജി